മൂന്ന് തരം നോമ്പുകാരെ സംബന്ധിച്ച് ഇമാം അസ്സാലി റഹിമഹുല്ല ഇഹ്യാ ഉലൂമുദ്ദീനിൽ വിശദീകരിക്കുന്നുണ്ട്. അതിലെ ഒന്നാമത്തെ വിഭാഗം, അവർക്ക് വയറിന് മാത്രമാണ് നോമ്പുള്ളത്. യാദൃശ്ചികമായോ യാന്ത്രികമായോ ആണ് അവരുടെ നോമ്പ്. വീട്ടിലെല്ലാവർക്കും നോമ്പാണ്, അപ്പോൾ എനിക്കും നോമ്പ്. അല്ലെങ്കിൽ ഓഫീസിലെല്ലാവരും നോമ്പെടുത്താണ് വരുന്നത്, അതുകൊണ്ട് ഞാനും നോമ്പുകാരനായിട്ട് ഓഫീസിലേക്ക് പോകുന്നു. എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗം, അവർ പ്രത്യേക വിഭാഗക്കാരാണ്. അവരുടെ നോമ്പ് കണ്ണിനും കാതിനും അവയവങ്ങൾക്കൊക്കെ നോമ്പാണ്. അവർ ആദ്യത്തെ വിഭാഗത്തിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന പദവിയിലുള്ളവരാണ്. ചീത്ത വാക്കുകൾ, അതുപോലെ തന്നെ പരിഹാസം, ആക്ഷേപം എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അവർ ശ്രദ്ധ പുലർത്തുന്ന ആളുകളാണ്. അതിനേക്കാൾ ഒരു പടി കൂടി ഉയർന്ന മൂന്നാമത്തെ വിഭാഗത്തെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ദുനിയാവുമായി ബന്ധപ്പെട്ട എല്ലാ ചിന്തകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് പൂർണ്ണമായിട്ടും നോമ്പിൽ ചിന്ത കേന്ദ്രീകരിക്കുന്ന, ഇബാദത്തുകളാൽ നോമ്പിനെ അങ്ങേ അറ്റം ധന്യമാക്കുന്ന, ചൈതന്യത്തോടു കൂടിയും ഹൃദയ സാന്നിധ്യത്തോടു കൂടിയും പൂർണ്ണമായിട്ടും നോമ്പുമായി ഒട്ടി നിൽക്കുന്ന ആളുകളാണ് അവർ. നമ്മൾ ഓരോരുത്തരും പരമാവധി നോമ്പിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ആത്മാവിനോട് ചേർന്ന് നിന്ന് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.